ഒറ്റ ഫില്ലിംഗ് വെച്ചിട്ട് 3 തരം പലഹാരങ്ങൾ അതും ഓയിലിൽ പൊരിച്ചെടുക്കാണ്ട് എയർ ഫ്രയറിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതെങ്ങനെ എയർ ഫ്രയറിൽ ചെയ്തെടുത്തുന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കട്ട്ലറ്റ്, പിന്നെ അതിൻ്റെ തന്നെ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പോക്കറ്റ്, അതുപോലെ തന്നെ ഒരു മുട്ട മടക്ക്. ഇത് ഇങ്ങനെ 3 ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി വലിയ വെറൈറ്റി ഒന്നുമല്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതൊക്കെ പോലെ തന്നെയാണ്. എന്നാലും അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഏതാണ് 1/2 കിലോന് മുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കിലോനാണ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വെക്കുന്നത്. കുറേ വെള്ളത്തിലിട്ട് വേവിക്കരുത്. ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. അതിൻ്റെ സ്റ്റോക്ക് കളയരുത്. ഇതേപോലെ ഇങ്ങനെ വറ്റി വരണ്ട് ആ സ്റ്റോക്ക് ചിക്കനിൽ പിടിക്കുന്ന രീതിക്കാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയിലെ ചെറിയ ജാറിൽ എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പാൻ ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് 3 മീഡിയം സൈസ് സവോള, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 4 മുതൽ 5 എണ്ണം ആവാം. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ബീഫ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് എടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് വെറും ഓപ്ഷനിലാണ്. ഇനി അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ, കുറച്ച് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല, അതല്ലെങ്കിൽ നമ്മൾ ഗരം മസാല ചേർക്കാം. ചിക്കൻ മസാല ചേർക്കണമെങ്കിൽ ഒന്നും കൂടി ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. അതും കൂടി ചേർത്തത് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. വട്ടത്തിലോ ചതുരത്തിലോ എങ്ങനെയുള്ള എടുക്കാം. ഇനി മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ആക്കാം. എന്തായാലും ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. മുട്ട മുക്കുന്നതിന് പകരം നമ്മൾ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താണ്. ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിൽ തന്നെ 3 ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അതിൽ മുക്കിയതാണ് നമ്മൾ എയർ ഫ്രയറിൽ വയ്ക്കുകയാണ്. എൻ്റെ എയർ ഫ്രയറിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 17 മിനിറ്റ് വരെയായിട്ടാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു തരി പോലും എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് ബ്രെഡ് പോക്കറ്റാണ്. ബ്രെഡ് ഇതുപോലെ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടേ അതുപോലെ നടു കീറിയെടുത്തിട്ട് ആ അറ്റത്ത് കുറച്ച് വെള്ളം ഒന്ന് നമ്മളൊന്ന് നനച്ചു കൊടുക്കണം, ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മിൽക്ക് ബ്രെഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക. നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അങ്ങനെ മടക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട്ലേറ്റിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ് തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ചൈനീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാം ചിക്കൻ്റെ, അതല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഉണ്ടാക്കിയെടുക്കാം, അതല്ലെങ്കിൽ ബീഫിൻ്റെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അതിന് മേലെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു പിസ്സ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കട്ട്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ആദ്യം ഒരു 8 മിനിറ്റിന് ശേഷം തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം 17 മിനിറ്റിന് ശേഷം സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 3 ബ്രെഡാണ് നമ്മൾ എടുത്തുള്ളത്. 6 പീസ് ഇതുപോലെ ഒന്ന് കിട്ടൂട്ടാ. ഇത് എല്ലാം ചീസും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് വെറും 3 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ കരിഞ്ഞു പോകും. നമ്മൾ കൃത്യം 3 മിനിറ്റാണ് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി അടുത്തത് നമുക്ക് മൈദദോശ ഉണ്ടാക്കാം. 1/2 കപ്പ് മൈദയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് നമുക്ക് മൊത്തം 4 ദോശ കിട്ടും കേട്ടോ ഈ ഒരു 1/2 കപ്പ് മൈദയിൽ നിന്ന്. പിന്നെ നമ്മുടെ പാൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ 3 ആയിട്ടോ അല്ലെങ്കിൽ 5 ആയിട്ടോ മാറാം. കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുകയും നല്ലത്. നമുക്കൊന്ന് മടക്കിയെടുക്കാൻ സുഖം അതായിരിക്കും. മൈദദോശ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കിലേക്കായിട്ട് ഒരു ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത ചീസ് ആയതിലും കുഴപ്പമില്ല. അതിൻ്റെ മേലെ കേട്ട് നമ്മുടെ ഫില്ലിങ്, ഇതിലും ഫില്ലിങ് നമുക്ക് വേറെ ഏതാണെങ്കിലും ഉണ്ടാക്കാം. ബീഫിൻ്റെയോ ചിക്കൻ്റെയോ ഇതുപോലെ പൊട്ടാറ്റോ ചേർക്കാണ്ട് വെറും തക്കാളി സബോളൊക്കെ ചേർത്ത് അല്ലെങ്കിൽ സവോളയും ക്യാപ്സിക്കൊക്കെ ചേർത്തുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ സെയിം ഫില്ലിങ് വെച്ചിട്ട് എല്ലാം ചെയ്യുന്നു മാത്രം. നടുക്കിലൊരു മുട്ടയുടെ സ്ലൈസും കൂടി വെക്കുന്നുണ്ട്. കുറച്ച് മൈദ കലക്കിയ പേസ്റ്റ് നമ്മൾ 4 ഭാഗത്തും തേച്ച് കൊടുത്തിട്ടാണ് അതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഒരു മുട്ട, കുറച്ച് പാല്, മല്ലിയില, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇനി എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടി. ഇനി മുട്ട അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇതേപോലെ തന്നെ കോൺഫ്ലോറും മല്ലിയിലും ഉപ്പൊക്കെ കലക്കിയത് മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇത് വെച്ചത് നമ്മൾ വെറും 6 മിനിറ്റാണ് കേട്ടോ. സംഭവം ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറയാം. കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന രുചി എന്തായാലും കിട്ടില്ല. നമ്മൾ ബ്രെഡ് പോക്കറ്റ് എപ്പോഴും കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ചിട്ട് അതിലൊന്നും ഒരു സൈഡ് മാത്രം പൊരിച്ചെടുക്കുമ്പോൾ നല്ല രുചി. ഹെൽത്ത് വൈസ് നോക്കണമെങ്കിൽ കുറച്ച് രുചി കുറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാവും നല്ലത്.